ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എന്നാൽ മാത്രമേ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെയർ ബാൻഡ് മേക്കിംഗ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയലും സെയിൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ഹെയർ ബാൻഡ് ഉണ്ട്, സാറ്റിൻ ബോയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പേളാണ്, പല കളർ വരുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ബീഡ്സുകളാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലൊരു സ്കെയിൽ എടുത്തിട്ട് നമുക്ക് 4 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അത് 4 സെൻറ്റിമീറ്റർ നമ്മൾ അടന്ന് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ കോർത്ത് ബീഡ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പേനയും കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. നിങ്ങൾ വരച്ചു കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 സെൻറ്റിമീറ്റർ 2 സൈഡ് ഒരുപോലെ തന്നെ എടുക്കുക. അപ്പോൾ ആ ഒരു ബീഡ്സ് കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. സെയിം 2 സൈഡ് ഒരുപോലൊക്കെ വരുമ്പോൾ ആ ഒരു ഹെയർ ബോയ്ക്ക് നല്ലൊരു ഭംഗിയാവും. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഹെയർ ബോ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു പാഠങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തായാലും. അതുപോലെ ആ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗിയർ വെയർ എടുത്തിട്ടുണ്ട്. ഗിയർ വെയർ ഇങ്ങനെ ഒന്ന് ഇട്ട് കെട്ടിക്കൊടുക്കുക. ഗിയർ വെയർ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു സാറ്റിൻ ബോയ് ആയതുകൊണ്ട് അതിൻ്റെ ആ സാറ്റിൻ്റെയും ബോയുടെയും നടുവിലൂടെയാണ് നമ്മൾ ആ ഒരു ഗിയർ വെയർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ നോക്കുമ്പോൾ ആ ഒരു ഗിയർ വെയർ കാണത്തില്ല. അപ്പോൾ ആ മേളിലായിട്ട് വരുന്നുള്ളൂ. നമ്മളവിടെ ബീഡ്സ് വെച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ ആ ഒരു ഗിയർ വെയർ കെട്ടിക്കൊടുക്കുന്നത് നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലപോലെ കെട്ടിയെടുത്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന പോർഷനൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓരോ പേളും ഇട്ട് കൊടുക്കാം. പല കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഞാനൊരു 2 കളറ് ഇട്ട് കൊടുക്കണം. രണ്ട് ബീഡ്സ് വെച്ചായിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നത്. ഇതുപോലെ 2 ബീഡ്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ചുറ്റി മുറുക്കി കൊടുക്കുക. അതിന് ശേഷം 2 ബീഡ്സ്, അങ്ങനെ രണ്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നമ്മൾ 2 ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഒരു ബീഡ്സ് ഹെയർ ബാൻഡിൻ്റെ അപ്പുറത്തെ സൈഡിലും മറ്റേ ബീഡ്സ് ഹെയർ ബാൻഡിൻ്റെ ഇപ്പുറത്തെ സൈഡ്, അങ്ങനെ വേണം വരാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നേരെ അങ്ങനെ പോകരുത്. ഒരു സൈഡ് അപ്പുറത്തും ഒരു സൈഡ്. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ആ നടുവിലൂടെ നമുക്ക് ചെറിയ ബീഡ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്ത് മുറുക്കി കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒന്നും കൂടെ ആ ഒരു ഹെയർ ബാൻഡിൻ്റെ സാറ്റിൻ്റെയും ബോയുടെയും നടുവിലൂടെ നമ്മൾ ആ ഒരു ഗിയർ വയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഗിയർ വയർ ഇട്ട് കൊടുത്ത ശേഷം ഗിയർ വയർ ഇടുമ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാകും. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. തുടക്കക്കാരായ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. നമ്മൾ ഈ ഗിയർ വയർ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പം ചിലപ്പോൾ ഇങ്ങനെ മടങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കുരുങ്ങാനൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ മറ്റേ കൈ കൊണ്ടൊന്നും കുരുങ്ങാതെ ശ്രദ്ധിച്ച് ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പം കുരുങ്ങാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ അതൊന്ന് മുറുക്കി കൊടുത്ത് പെട്ടെന്ന് നമുക്കത് ബീഡ്സ് കോർത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ അടുത്ത 2 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് അപ്പുറത്തെ സൈഡിൽ ഒരു ബീഡ്സ് അപ്പുറത്തെ സൈഡിലും ഒരു ബീഡ്സ് ഇപ്പുറത്തെ സൈഡിലും, അങ്ങനെ വേണം നമ്മൾ ആ ഒരു ലാസ്റ്റ് വരെയും കോർത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ എനിക്കത് കെട്ട് വീണു കണ്ടോ, അതുപോലെ കെട്ട് വീണത് ഇനിയിപ്പം കണ്ടോണം. അടുത്ത കോർത്തെടുക്കുമ്പം ഈ ഒരു സാറ്റിൻ ബോയുടെ അതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അവിടെ നൂല് പൊങ്ങാൻ ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കട്ട് ചെയ്യാതെ ഞാനത് കാണിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അത് പൊങ്ങി വന്നത് നമുക്ക് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ സംഭവം കാണത്തില്ല. അഥവാ ഇനി അങ്ങനെ ആർക്കെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റർ വെച്ചിട്ട് ആ നൂല് പൊങ്ങിയ ഭാഗം ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ അതിരുന്നോളും, അതൊക്കെ മാറിപ്പോക്കോളും.
അപ്പം പുതിയതായിട്ട് ചെയ്യുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കണ്ടോ ബീഡ്സ് ഇട്ട് കണ്ടോ, ഇത് ഒരു ബീഡ്സ് അപ്പുറത്തെ സൈഡ്, ഒരു ബീഡ്സ് ഇപ്പുറത്തെ സൈഡിൽ, അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ കോർത്തെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കോർത്തെടുത്തിട്ട് വരാം. അതൊരു കുറുക്ക് വീണിട്ടുണ്ട്, അത് ഞാനൊന്ന് അഴിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാനതൊന്ന് ചെറിയ രീതിയിലൊന്ന് കുറുക്കൊക്കെ ഒന്ന് അഴിച്ച് വിട്ടിട്ടുണ്ട്. എന്നാലും അത് കുറുക്ക് വീഴുന്നത് നല്ല രീതിയിൽ വരത്തില്ല. അപ്പോൾ കുറച്ചൊക്കെ സമയം കളയാനാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നല്ല രീതിക്ക് വരും. ആ കുറുക്ക് നന്നായിട്ടൊന്ന് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അത് വിട്ടു വെച്ചാൽ കുറുക്ക് മാറി നേരെയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ അടുത്ത ബീഡ്സ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ തന്നെ കണ്ടോ പല കളർ വെച്ചിട്ടാണ് ഞാൻ രണ്ടെണ്ണം വെച്ച് ഇട്ട് കൊടുത്തത്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. കണ്ടു പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഓരോ ബീഡ്സും ഇട്ട് രണ്ടെണ്ണം ഇട്ട് ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഗിയർ വയർ എടുത്തിട്ട് ഈ ഒരു കുഞ്ഞു ബീഡ്സ് ഇടാൻ വേണ്ടി ഫസ്റ്റ് ആദ്യം നമ്മൾ ഒരറ്റം നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം. ആദ്യം നമുക്ക് നല്ല രീതിയിൽ കെട്ടിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഞാൻ മുമ്പ് ഇതുപോലെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാടിട്ടുണ്ട്. ഫോം ഫ്ലവർ വെച്ചിട്ടുള്ളതും ബീഡ്സ് വെച്ചിട്ടുള്ളതും അങ്ങനെ പല ടൈപ്പായിട്ടുള്ള ഹെയർ ബാൻഡുകൾ മേക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഇതിൻ്റെ മേക്കിംഗ് മെറ്റീരിയലൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കിറ്റിൻ്റെയൊക്കെ 100 രൂപ, 199, അങ്ങനെ 270, അങ്ങനെ പല ടൈപ്പ് കിറ്റുകളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കിറ്റൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ആ ഒരു വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു കിറ്റ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആ ഒരു കിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഏത് കിറ്റാണെന്നുള്ളത് പറയുക. ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഓരോ ഹെയർ ബാൻഡ് നമ്മുടെ മക്കൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പുറത്ത് പോയി വലിയ വിലകൾ കൊടുത്ത് വാങ്ങിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് മേക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനനുസരിച്ചൊക്കെ നമുക്ക് ബീഡ്സ് വെച്ചാണെങ്കിലും ഫോം ഫ്ലവർ വെച്ചിട്ടൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്കത് ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് ഒരു വരുമാന മാർഗവുമാണ് ഇത്. നമുക്ക് ഹെയർ ബാൻഡ് മേക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാം. സെയിൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റാറ്റസ് ഇടുക. അതുപോലെ തന്നെ പരിചയക്കാരോടൊക്കെ പറയുക, കൂട്ടുകാരോട് പറയുക, അവരോട് സ്റ്റാറ്റസ് ഇടാൻ പറയുക. അങ്ങനെ നമുക്ക് ഒരുപാട് രീതിയിൽ തന്നെ സെയിൽ പിടിക്കാനൊക്കെ ഉള്ളൊരവസരങ്ങളുണ്ട്. ഒത്തിരി പേര് പറഞ്ഞ് ഓരോന്ന് ഈ ഒരു ഹെയർ ബാൻഡൊക്കെ ചെയ്തിട്ട് ഓർഡർ കിട്ടാനൊക്കെ പാടാണ്. പക്ഷെ നമുക്ക് എങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ അത് നടക്കും. അപ്പോൾ ആ ഒരു ഇതുപോലത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെടണം. എന്താണ് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. നല്ല രീതിയിൽ തന്നെ സെയിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ കടകളിലൊക്കെ ഒന്ന് ചോദിച്ച് നോക്കണം. അപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ ചോദിച്ചാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിലയൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും കടകളിലൊക്കെ. നമ്മളല്ലാതെ നേരിട്ടുള്ള സെയിലിംഗ് ആണെങ്കിൽ നമ്മൾ പറയുന്ന വിലയ്ക്ക് സാധനം വാങ്ങിക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ പുറത്തുനിന്ന് കടകളിലൊക്കെ ആണെങ്കിലും വാങ്ങിക്കാൻ കിട്ടത്തില്ല, ഒന്നാമത്തെ കാര്യം. അപ്പം മറ്റുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഇതുപോലൊക്കെ ഓരോരുത്തരെയൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് അത്ഭുതം. നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ട് ഓരോന്നോരോന്ന് ചെയ്യുന്നതാണ്, നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾക്കിത് പുറത്ത് പോയി വാങ്ങിക്കാൻ നോക്കിയാൽ കിട്ടത്തില്ല. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കടയിൽ കൊണ്ട് കൊടുക്കണം. അല്ലാതെ നമുക്ക് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന ബോളൊക്കെ കിട്ടാൻ പാടാണ്. അല്ലാതെ നമ്മൾ അതിൻ്റെ മെഷീനിൽ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയതൊക്കെ അന്യായ വില കൊടുത്തൊക്കെ ഒത്തിരി പേര് വാങ്ങിക്കും. അപ്പം അങ്ങനെ വാങ്ങിക്കാൻ നമ്മുടെ പൈസ അവിടെ സേവ് ചെയ്യണം.
നമുക്കിതുപോലെ തന്നെ ഒരു 190 200 രൂപയുടെയൊക്കെ ഒരു കിറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല നല്ല ഐഡിയകൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നവരൊക്കെ ഞാൻ അവരുടെ നമ്പർ സേവ് ചെയ്യും. അപ്പോൾ സേവ് ചെയ്ത് വെക്കുമ്പോൾ അവരിതുപോലെ ഓരോ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. കാരണം നല്ല രീതിയിലാണ് അവർ ഹെയർ ബാൻഡൊക്കെ മേക്ക് ചെയ്ത് ആ ഒരു സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ അപ്പോൾ ഞാൻ ഓർക്കും ദൈവമേ ഇതുപോലെ ഒത്തിരി പേരുണ്ട് നല്ല രീതി നല്ല ഭംഗി എന്ന് വെച്ചാൽ അവരുടെ ഐഡിയയൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലത്തെ ഹെയർ ബാൻഡൊക്കെ മേക്ക് ചെയ്തിടുമ്പോഴേ മെഷീനിൽ പോലും അതുപോലെ ചെയ്ത് ഇത്ര ഭംഗി കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഫീൽ നമുക്കുണ്ടാകും. അതുപോലെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നൊരു സാധനം വാങ്ങിച്ചിട്ട് അവർ സ്റ്റാറ്റസ് ഇടുമ്പോൾ അങ്ങനെയാണ് എനിക്കത് കാണാൻ പറ്റുന്നത്. അതുപോലെ നല്ല രീതിയിലാണ് അവരത് മേക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് തന്നെ ഇതുപോലെ ഹെയർ ബാൻഡൊക്കെ മേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ സെയിൽ ചെയ്ത് കൊടുത്ത് നമുക്കൊരു വരുമാനമാക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് തന്നെ ഉണ്ട് മേക്ക് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് നല്ല ഫങ്ഷനൊക്കെ പോകുമ്പോഴും കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോഴും ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താണെങ്കിലും അവർക്കും ഒരു സന്തോഷമാകും. നമുക്കുണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ വെച്ച് കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷം അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ഞാനിതുപോലെ ചെറിയ ബീഡ്സ് ഒന്ന് ഇട്ട് മറ്റേ അത് ആദ്യത്തെ ബീഡ്സ് ഇട്ട പോലെ തന്നെ നമ്മളിതുപോലെ ചുറ്റിയെടുത്ത് മുറുക്കി കൊടുത്ത ശേഷം അടുത്തെടുത്ത് ഇങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കണ്ടതിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത്ര ഈസി ആയിട്ടാണല്ലോ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണേലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. നല്ല ബീഡ്സൊക്കെ നിങ്ങൾക്ക് ചുമ്മാതെ ഇരിപ്പുണ്ടെങ്കിൽ അതായത് ചിലരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ മെസ്സേജ് വെച്ചിട്ടുണ്ട് കേട്ടോ. പല സാധനങ്ങളും വാങ്ങിച്ചിട്ട് എൻ്റെ ആണെങ്കിൽ കുറച്ച് ബീഡ്സ് മാത്രമേ ഉള്ളൂ, എനിക്കാണെങ്കിൽ അത് വെച്ചിട്ട് ഒരു രീതിയിലൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനൊരു പറ്റത്തില്ല, അതിന് മാച്ചിങ് ഇല്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മളൊന്ന് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമ്മളങ്ങനെ ഉപേക്ഷ വിചാരിക്കാതെ നമ്മൾ ഏതൊക്കെ സാധനങ്ങളുണ്ടോ അത് വെച്ചിട്ട് നല്ല രീതിയിലൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചുമ്മാ ഒന്ന് ശ്രമിച്ച് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ വെച്ച് കൊടുക്കാനാകുമ്പോൾ വലിയ ഭംഗി എന്ന് വെച്ചാൽ അത് ഭംഗിയില്ല എന്നല്ല, നല്ല രീതിയിൽ തന്നെ അത് വരും. നമുക്കൊരു ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു തോന്നലുണ്ടാകുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ നമുക്കെല്ലാവർക്കും നല്ല ഐഡിയകളൊക്കെ ഉള്ള ആൾക്കാരാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ വർക്ക് ചെയ്തെടുക്കുക, അത് നല്ലതായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾക്കാണേലും ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കാൻ പറ്റും. ഇതുപോലെ ഞാൻ പറഞ്ഞിരുന്നു 3 കളറ് ഞാൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന്. ഫസ്റ്റ് ഞാനിപ്പം ഒരു ചെറുതൊരു വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മറ്റേ അത് തന്നെ ഇട്ടപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല. ഇതിപ്പം ഈ ഒരു വൈറ്റും പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ഈ ഒരു മറ്റ് കളറും കൂടെ എന്ന് വെച്ചാൽ ഓരോ കളർ ഇപ്പം റെഡ് ആണെങ്കിൽ റെഡ്, ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ആണ്, അങ്ങനെ ആ ഒരു കളർ ഇട്ട് കൊടുത്തപ്പം മറ്റേ ആദ്യം ചെയ്തതിനേക്കാളും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമുക്കൊരു വൈറ്റ് ബീഡ് ചെറുതുണ്ടെങ്കിൽ അത് ആദ്യം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതുപോലത്തെ കളറുള്ള ബീഡ്സ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത് എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ആദ്യം അങ്ങനെയല്ല ചെയ്തത്. അത് ഇതൊന്ന് എടുത്തു കാണിക്കാൻ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയത് കേട്ടോ. ഞാൻ ആദ്യം ഈ ഒരു ബീഡ്സ് തന്നെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുമായിരുന്നു. പക്ഷേ അത് എനിക്ക് വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു വൈറ്റും കൂടി ഇട്ടിട്ട് ഈ ഒരു ബീഡ്സ് അതിൻ്റെ നടുവിലായിട്ടൊരു 4 എണ്ണം ഇട്ട് അതിനുശേഷം ആ വൈറ്റ് ബീഡ് ഫസ്റ്റും ലാസ്റ്റുമായിട്ട് ഇട്ടിട്ടൊന്ന് കെട്ടിക്കൊടുത്ത് നോക്കി. അപ്പോൾ നല്ല ഭംഗിയാണ്. കാരണം നമുക്ക് ഈ ഒരു വലിയ പേൾ ഇട്ട് കൊടുത്ത കൊണ്ട് നമുക്ക് ആ ഒരു കുഞ്ഞ് വൈറ്റിൻ്റെ പേളും ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു കളർ ബീഡ്സ് നടുവിലായിട്ടും വരും. ആ വൈറ്റ് ഇങ്ങനെ ആ വലുതിൻ്റെ അടുത്തടുത്തായിട്ട് വരുമ്പം നല്ല രസമാണ്. വലുതും ചെറുതും വൈറ്റ് ആയതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നല്ല നല്ല ബോ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കാണേലും അതുപോലെ തന്നെ നല്ല സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യുകയും നല്ലൊരു വരുമാനവും ഉണ്ടാക്കാൻ സാധിക്കും. ഇതുപോലെ കേട്ടോ, നല്ല രസമാണ്. വൈറ്റ് ഇട്ട് കൊടുത്തപ്പം കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ. വൈറ്റ് ഇട്ട് കൊടുത്തപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എങ്കിലും ഫസ്റ്റ് ഞാൻ ചെയ്തത് കണ്ടോ, ഇതുപോലെ വൈറ്റ് ഇടാതാണ് ചെയ്തത്. പക്ഷേ ഞാൻ വൈറ്റ് ഇട്ട് ചെയ്തപ്പോൾ കണ്ടോ അതിൻ്റെ ഭംഗി കണ്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ഹെയർ ബാൻഡ് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും.
ഇതുപോലത്തെ കുറച്ച് ബീഡ്സുകളും ഒരു ഹെയർ ബാൻഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വെറൈറ്റി ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.